ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഒരു യുവതിയുടെ ഇടനിലയിലെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിൽ സ്വാധീനമുറപ്പിക്കാൻ പോറ്റിയെ കടകംപള്ളി സഹായിച്ചു എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗവൺമെൻറ്, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എൻ്റെ ഗവൺമെൻറ്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. രാജീവ് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. രാജീവ്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള വാർത്തകൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമാണല്ലോ നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടി എത്തിച്ചത്. അന്ന് അദ്ദേഹം പറയുന്നത് അതാരാണെന്നറിയത്തില്ല, ഏതാണെന്നറിയത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞത് മുഴുവൻ കളവാണ് എന്ന് വ്യക്തമാകുന്നു. SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രാജീവ്? ഗൗതം, പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അടുത്ത ബന്ധം തെളിയിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന ഘട്ടത്തിലായിരുന്നു മാധ്യമപ്രവർത്തകർ കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണം തേടിയത്. പ്രത്യേകിച്ചും പ്രതികരണം തേടാൻ കാരണമെന്ന് പറയുന്നത് 2019 ഈ ശബരിമലയിൽ നിന്നും ദ്വാരപാലക പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളും ഒക്കെ കൊണ്ടുപോകുന്നത്, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. 2018 ഇതിനായുള്ള ആസൂത്രണം തുടങ്ങുന്നത്. ആ സമയത്തും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ദേവസ്വം ബോർഡ് മന്ത്രി. ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വലിയ രീതിയിലുള്ള അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ വിശദീകരണം തേടിയത്. ആ വിശദീകരണത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത് ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഡിവോട്ടി ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത്. ഈ പ്രതികരണം പുറത്തു വന്ന് ദിവസങ്ങൾക്കകമാണ് കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. അതായത് കേവലം ഒരു ഭക്തൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയിലോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുള്ളത് എന്നത് തെളിയിക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല പ്രദേശവാസികൾ പോലും പറഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ സ്ഥിരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്താറുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇത് തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, തിരികെ സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഓരോന്നായി പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് SITയോട് സമ്മതിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെയും SIT ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ SITക്ക് ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വഴിവിട്ട ഇടപാടുകൾ നടന്നിരുന്നു. വലിയ രീതിയിലുള്ള ബിസിനസ് ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു, അയൽ സംസ്ഥാനങ്ങളിൽ കോറികൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ കടകംപള്ളി സുരേന്ദ്രനും പങ്കാളിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നിലവിൽ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ബിസിനസ് പങ്കാളികളായിരിക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടനില നിന്നത് സീരിയൽ താരമായ ഒരു യുവതിയാണ് എന്നതുകൂടി ഈ നിലവിൽ SITക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്വാറി ഇടപാടുകൾ ഉൾപ്പെടെ, അതായത് കേരളത്തിന് പുറത്ത് ഇയാൾ നടത്തുന്ന ദുരൂഹ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന നിഗമനത്തിലേക്ക് SIT എത്തിയെന്നാണല്ലോ രാജീവ് പറഞ്ഞു വന്നത്. തുടരും.
ഗൗതം, തീർച്ചയായും ഈ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വൻതോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടനില നിന്ന യുവതി, ആ യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും SIT നിലവിൽ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഇടത് ഭരണത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ SITക്ക് ലഭിച്ചതാണ്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി SIT ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടങ്ങിയത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങുകയാണെങ്കിൽ അതിന് മുകളിലേക്കുള്ളവരിൽ കുടുങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ദൈവതുല്യരെന്നൊക്കെ പത്മകുമാർ പറഞ്ഞ ആളുകൾ അതിന് മുകളിൽ നിൽക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. നമുക്കറിയാം, പിണറായി വിജയന് സമീപത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും എത്തുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. ഇനി പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പോലും അവർക്ക് പോലും എത്തുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഈ അടുത്തിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും ചോദിക്കാൻ എഴുന്നേറ്റ പ്രവർത്തകനോട് അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. ആ പിണറായി വിജയന്റെ ചെവിയിൽ കിന്നാരം പറയുന്ന രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത്. അത്രത്തോളം വലിയ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും തമ്മിലുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നത് സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ വരുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ദുരൂഹ കൂടിക്കാഴ്ച തലസ്ഥാനത്ത് നടന്നത്. നമുക്കറിയാമല്ലോ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കടകംപള്ളി സുരേന്ദ്രൻ വന്ന് കാണുന്നു. ആ കൂടിക്കാഴ്ചയിൽ ആകെ ഒരു വെപ്രാളം കടകംപള്ളിക്ക് ഉണ്ടായിരുന്നു. ഹെൽമറ്റ് പോലും എടുക്കാൻ അദ്ദേഹം മറന്നിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടി വായിക്കേണ്ടതുണ്ടോ രാജീവ്? ഗൗതം, തീർച്ചയായും ഇതിനെ ഒരുമിച്ച് കൂട്ടി വായിക്കുക തന്നെ വേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് മുൻ മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ മുൻ MLA ആണ്, നിരവധി തവണ MLA ആയിരുന്ന വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാണ് PS പ്രശാന്തിനെ പ്രതി ചേർത്തതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രിയെ കാണാൻ തിരക്കിട്ട് എത്തുന്നത്. കരിക്കകത്താണ് കടകംപള്ളി സുരേന്ദ്രൻ താമസിക്കുന്നത്. അവിടെ ഇന്ന് വഴുതക്കാടേക്ക് എത്തുകയാണ്. ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കരിക്കകത്ത് നിന്ന് ഹെൽമറ്റ് പോലും എടുക്കാതെ ഒരു സുഹൃത്തുമായി സ്കൂട്ടറിൽ എത്തുന്നു. അതൊരു സുഹൃത്തിൻ്റെ ചെറിയൊരു ശുപാർശയുണ്ട്. ആ ശുപാർശ ആഭ്യന്തരമന്ത്രിയുമായി ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ എത്തിയത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഒരു സാധാരണക്കാരനാണെങ്കിൽ കൂടിയും ആഭ്യന്തരമന്ത്രിയെ കാണാനെത്തുമ്പോൾ ഈ രീതിയിലാണോ എത്തുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ തിരക്കിട്ട് ഒരു സ്കൂട്ടറും എടുത്ത് ഹെൽമറ്റ് പോലും വെക്കാതെ ആഭ്യന്തരമന്ത്രിയെ കാണാനെത്തുന്നത്. തീർച്ചയായും അദ്ദേഹം പരിഭ്രാന്തനായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 2025 സ്വർണ്ണക്കവർച്ച കേസിൽ PS പ്രശാന്തിനെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞത് SIT അല്ല, ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടപെടലാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. കൃത്യമായി കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ, നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റിലാകുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതിനുമൊക്കെ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ, കോടികളുടെ ഇടപാടുകൾ പോലും നടക്കുന്നു എന്നത് കണ്ടെത്തലിലേക്ക് എത്തുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, 2018 ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടക്കുന്നത്. 2018 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നതും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും ഒക്കെ കൊണ്ടുപോകാനുള്ള ആസൂത്രണം നടക്കുന്നതും ആ ഒരു കാലഘട്ടം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായുണ്ട്. ആദ്യം തന്നെ ജനം TV പറഞ്ഞതാണ്, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് ശേഷം ഇങ്ങോട്ട് ശബരിമലയിൽ നമുക്കറിയാം ഒരു തലത്തിലും ഇല്ലാത്ത രീതിയിലുള്ള പോലീസ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കൊറോണ കാലമാണ്. ആ കാലത്തും ശബരിമലയിൽ ഭക്തർക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ആ സമയത്തും ഉണ്ടായിരുന്നു. അതായത് ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് പോലീസ് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ, അത് ഭക്തർക്ക് മാത്രമല്ല ഹൈന്ദവ സംഘടനാ നേതാക്കൾക്ക് പോലും സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഒരുപക്ഷെ പലതവണ നമ്മളത് ചർച്ച ചെയ്യാണ്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ തന്നെയുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് എത്തുന്നതും ഇത്തരത്തിലുള്ള ആസൂത്രണം സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ ശബരിമലയിലെയോ ദേവസ്വം ബോർഡിലെയോ ചില ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പോലീസ് അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്ക് എത്താൻ കഴിയില്ല. അന്ന് പോലീസിനെ നിയന്ത്രിച്ചിരുന്നത്, ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് ചുക്കാൻ പിടിച്ചത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ്. ഈ രണ്ടുപേരും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സന്നിധാനത്തേക്ക് എത്തി? അവിടെ വെച്ച് ആദ്യം കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നു. കട്ടിളപ്പാളികളിലെ സ്വർണം കവർന്നെടുക്കാനുള്ള ഗൂഢാലോചന
നടക്കുന്നു. SIT പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. SIT ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. 2018 മുതൽ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം നടക്കുന്നു. തൊട്ടു പിന്നാലെ 2019 കട്ടിളപ്പാളികളിലെ സ്വർണം ആദ്യം കൊണ്ടുപോകുന്നു. അതിനുശേഷം മാർച്ചിൽ കട്ടിളപ്പാളികളിലെ സ്വർണം കൊണ്ടുപോകുന്നു. അതിനുശേഷം 2019 ജൂലൈയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. ഈ സമയത്തൊക്കെ കൃത്യമായി ഗൂഢാലോചന ഉന്നത തലങ്ങളിൽ നടന്നു എന്ന് തന്നെയാണ് SITയുടെ നിഗമനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിച്ച് സൂചിപ്പിച്ചതുപോലെ, ഈ കാര്യങ്ങളിലൊക്കെ SITക്ക് പരിമിതികളുണ്ട്. കാരണം SIT സംസ്ഥാന പോലീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത്. സംസ്ഥാന പോലീസിലെ ഒരു ഉന്നതൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ഉദ്യോഗസ്ഥർ എത്രത്തോളം പണിപ്പെട്ടു, എത്രത്തോളം പ്രയാസം അനുഭവിച്ചു എന്ന് നേരിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പോലും അതിന് തയ്യാറായില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയും ഒക്കെ ഉൾപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് SITക്ക് അന്വേഷിക്കേണ്ടി വരുന്നത്. അവർക്കെതിരെ തെളിവുകൾ ലഭിക്കുമ്പോൾ തീർച്ചയായും ആ പരിമിതികൾ നിലനിൽക്കുകയാണ്. ഏതായാലും ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുകയും ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് മാത്രം ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും ഒക്കെ കൊണ്ടുപോവുകയും 1998 വിജയമല്യ സ്വർണം പൊതിഞ്ഞ ആ സ്വർണം പൂശിയതല്ല, പൊതിഞ്ഞതാണ്, ആ സ്വർണം കവർന്നെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ജനം TV-യാണ്. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളിലേക്ക് തന്നെയാണ് നിലവിലിപ്പോൾ SIT എത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായാലും മറ്റുള്ളവരായാലും ചെയ്തു നൽകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മറുവശത്ത് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇക്കാര്യത്തിൽ കടകംപള്ളിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് നിലവിലിപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള കണ്ടെത്തലുകളിലേക്ക് എത്തുമ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഇനി നടത്തേണ്ടത് UDF സർക്കാരാണ്. ഏതായാലും 2025 കേസ് കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ UDF ആണ് തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ UDFന്റെ നിലപാട് നമുക്കറിയാം. സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ അന്വേഷണം വേണം, അത് സംസ്ഥാന പോലീസ് അല്ല അന്വേഷിക്കേണ്ടത് എന്ന നിലപാടായിരുന്നു UDF നേരത്തെ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജീവ്, എന്തായാലും വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാരണം UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തും ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തേക്ക് വരൂ എന്ന നിലപാട് അന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഭരണത്തിലേറി ഇപ്പോൾ ഏതാണ്ട് 2 മാസം തികയുന്ന വേളയിൽ ശബരിമല സ്വർണ്ണ കവർച്ചയെപ്പറ്റി UDF-നും കോൺഗ്രസിനുമൊക്കെ മൗനമാണ് ഇപ്പോഴത്തെ നിലപാട്.